ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് 2 ഡയമെൻഷണൽ അറേയെക്കുറിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത ടോപ്പിക്കായ സ്ട്രിങ്ങിനെ കുറിച്ച് പറയാം. സ്ട്രിങ് എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞത്, കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ്, അതിനെയാണ് ഒരു സ്ട്രിങ് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ കളക്ഷൻ ഓഫ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു റോയിൽ മോർ ദാൻ വൺ കോളം, അതാണ് ഒരു കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്മുടെ ഒരു പേര് പറയുകയാണ്, ഞാനിപ്പോൾ ശ്രീലത എന്ന് പറയുവാണെങ്കിൽ അതിൽ ഒരു റോയേ ഉള്ളൂ, പക്ഷേ ഓരോ ക്യാരക്ടേഴ്സിനെയും നമുക്ക് ഓരോ കോളമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ സ്ട്രിങ്ങിനെ നമുക്ക് എന്ത് പറയാം, ഒരു സിംഗിൾ ഡയമെൻഷണൽ അറേ ആയിട്ട് പറയാം അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിജർ അറേയാണ്. അതുപോലെ നമുക്ക് ഏത് അറേ വേണമെങ്കിലും ഡിക്ലെയർ ചെയ്യാം അല്ലേ. ഫ്ലോട്ട് അറേയോ ലോങ് അറേയോ നമുക്ക് ഏതാണോ നമുക്ക് യൂസേജ് അനുസരിച്ചിട്ട്, പ്രോഗ്രാമിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഇതനുസരിച്ചിട്ട് നമുക്ക് ഏത് അറേ വേണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ സ്ട്രിങ്ങിൻ്റെ കേസിൽ നമ്മൾ എന്ത് കൊടുക്കണം, എന്തായിരിക്കും ഡാറ്റ ടൈപ്പ് വരേണ്ടത്, ക്യാരക്ടർ ടൈപ്പാണ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ഏത് ഡാറ്റ ടൈപ്പിൽ വേണമെങ്കിലും നമുക്ക് ആ അറേ ഡിക്ലെയർ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ ആ അറേക്കകത്തുള്ള എല്ലാ ഡാറ്റാസും എന്ന് പറയുന്നത് എന്താണ്, ഹോമോജീനിയസ് ആയിരിക്കും. അതായത് സെയിം ടൈപ്പിലുള്ള ഡാറ്റ ആയിരിക്കും വരുന്നത്. ഇൻറ്റിജർ ആണെങ്കിൽ എല്ലാം ഇൻറ്റിജർ ഡാറ്റ, ഫ്ലോട്ട് ആണെങ്കിൽ എല്ലാം ഫ്ലോട്ട് ഡാറ്റ, അങ്ങനെ ആയിരിക്കും വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ഇവിടെ ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്, അതിനകത്ത് എല്ലാ ലെറ്റേഴ്സും എന്ന് പറയുന്നത് ക്യാരക്ടർ ആയിരിക്കും. ഓരോ പൊസിഷനിലും നമ്മൾ സ്റ്റോർ ചെയ്യുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ക്യാരക്ടർ ആയിരിക്കും. ഓരോ സിംഗിൾ ക്യാരക്ടർ ആയിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻറ്റിജറിൻ്റെ ഒരു അറേ ഡിക്ലെയർ ചെയ്തപ്പം ഇൻറ്റ് A10 എന്ന് കൊടുത്തു അല്ലേ. ഇൻറ്റ് A10 എന്ന് കൊടുക്കുമ്പോൾ അതിൽ ടോട്ടൽ എത്ര ബൈറ്റ് മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യുന്നത് ഇൻറ്റിജറിൽ. 10 സൈസ് ഞാൻ കൊടുത്താൽ 20 ബൈറ്റ് മെമ്മറി ആയിരിക്കും. കാരണം ഓരോ പൊസിഷനും എന്താണ് 2 ബൈറ്റ് മെമ്മറിയാണ് അത് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓരോ പൊസിഷനും 2 ബൈറ്റ് മെമ്മറിയാണ്. അങ്ങനെയുള്ള 10 ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ എത്ര ബൈറ്റ് എടുക്കും, 20 ബൈറ്റ് അവിടെ യൂസ് ചെയ്യും. 10 സൈസുള്ള ഒരു ഇൻറ്റിജർ അറേക്ക് 20 ബൈറ്റ് മെമ്മറി യൂസ് ചെയ്യും. മനസ്സിലായോ? അതുപോലെ ക്യാരക്ടർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്, അതിന് സിംഗിൾ ബൈറ്റ് എന്ന് പറഞ്ഞത്. നമ്മൾ ക്യാരക്ടറിൻ്റെ സൈസ്, മെമ്മറി സൈസ് പറഞ്ഞപ്പോൾ എത്രയാണ് പറഞ്ഞത്, സിംഗിൾ ബൈറ്റ് ആണ് പറഞ്ഞല്ലേ. അപ്പോൾ ഈ സിംഗിൾ ബൈറ്റ് മെമ്മറി അങ്ങനെ ഒരു 10 ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ എത്ര ബൈറ്റ് മെമ്മറി ആയിരിക്കും എടുക്കുന്നത്, 10 ബൈറ്റ് മെമ്മറി ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് നോക്കാം എങ്ങനെ വരുന്നത്, ക്യാരക്ടർ അറേ ഡിക്ലറേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്യാരക്ടർ അറേ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ക്യാരക്ടർ A10 എന്ന് കൊടുത്തു അല്ലേ. ക്യാരക്ടർ A10 എന്ന് കൊടുത്തു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്, ഈ ക്യാരക്ടർ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 10 ലൊക്കേഷൻ അല്ലേ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്ന മെമ്മറി. ഇവിടെ 10 ലൊക്കേഷൻ അലോക്കേറ്റ് ചെയ്തു. 0, 1, 2, 3 ഇതും അതുപോലെ തന്നെയാണ്. ഇൻഡെക്സ് ഒക്കെ വരുന്നത് സെയിം ആണ്. 0യിൽ സ്റ്റാർട്ട് ചെയ്യും, സൈസ് -1ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. അറേ നെയിം എന്ന് പറയുന്നത് എന്തായിരിക്കും, പിന്നെ അറേ നെയിമിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് അറേയുടെ സ്റ്റാർട്ടിങ് അഡ്രസ് ആയിരിക്കും. സപ്പോസ് ഇത് 5000 എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അല്ലേ, നമ്മൾ പറഞ്ഞു അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വരുന്നത്, എവിടെയാണോ കണ്ടിന്യൂസ് 10 ബൈറ്റ് മെമ്മറി ഉള്ളത് അവിടെ ആ പൊസിഷനിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. സപ്പോസ് അതിൻ്റെ വാല്യൂ 5000 ആണെങ്കിൽ നെക്സ്റ്റ് പൊസിഷൻ എത്രയായിരിക്കും, 5001, 5002 അങ്ങനെ പോകും. മനസ്സിലായോ? ഏറ്റവും ഒടുവിൽ എത്ര വരും, 5009 വരും അല്ലേ. കാരണം എന്താ, 5000ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 5001-ലല്ല. അപ്പോൾ 5000-ൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ലാസ്റ്റ് ലൊക്കേഷൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരുന്നത്, 5009 വരും. മനസ്സിലായോ? അങ്ങനെ ആയിരിക്കും ഇതിനകത്ത് മെമ്മറി പിന്നെ അലൊക്കേഷൻ വരുന്നത്. അറേ നെയിമിൽ സ്റ്റോർ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെയാണ് അറേയുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ്. മറ്റേ ഇൻറ്റിജർ അറേയിലും സെയിം തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അറേയുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ആയിരിക്കും അറേ നെയിമിൽ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഓരോ പൊസിഷനും ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഡെക്സ് വാല്യൂ വെച്ചിട്ടായിരിക്കും. ഇൻഡെക്സ് വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന 0യിലാണ്, കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ് നമ്പേഴ്സ് ആണ്. ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് സൈസ് -1 ആണ്. ഓക്കെ അല്ലേ. ഇതിനകത്തിന് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യണം അല്ലേ. സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എന്ത് ചെയ്യാം, നമുക്ക് യൂസറിൻ്റെ ഡാറ്റ യൂസർ ഇൻട്രാക്ഷൻ വഴി ഡാറ്റ റീഡ് ചെയ്തെടുക്കാം അല്ലേ. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വാല്യൂ അസൈൻ ആണ് കൊടുക്കുന്നതെങ്കിൽ അറേ പൊസിഷൻ പറയുക അല്ല, അറേ സിമ്പൽ, അതായത് സ്ക്വയർ ബ്രാക്കറ്റ്സ് പറയുക. ഇതിനകത്ത് ഡബിൾ കോഡ്സിനകത്ത് ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്, ശ്രീലത എന്ന് ഞാൻ കൊടുത്തു. അപ്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും പറഞ്ഞു, ഇവിടെ ഞാൻ പറഞ്ഞപ്പം സൈസ് പറഞ്ഞു അല്ലേ. അതേസമയത്ത് ഇവിടെ സൈസ് പറഞ്ഞില്ല. ഇവിടെ സൈസ് പറയാതെ ഞാൻ എന്ത് ചെയ്തു, ഈക്വൽ ടു ഇട്ടിട്ട് എന്താ പറഞ്ഞേ, അസൈൻ ചെയ്ത് കൊടുത്തു, വാല്യൂ ഇങ്ങനെ അസൈൻ ചെയ്ത് കൊടുത്തു.
വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്താ ഇതിനകത്ത് നമ്മൾ എത്ര ക്യാരക്ടേഴ്സ് ആണോ കൊടുത്തത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ സൈസ് എടുക്കും. മനസ്സിലായോ? ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഈ അറേയുടെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഇതിനകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, 9 ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 9 ആയിരിക്കും ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നെങ്കിൽ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഇങ്ങനെ കൊടുത്തതിന് ശേഷം A10 എന്ന് കൊടുത്തതിന് ശേഷം എന്ത് പറയണം, റീഡ് ചെയ്യണം അല്ലേ, യൂസർ ഇൻട്രാക്ഷൻ വഴി റീഡ് ചെയ്യാം. അപ്പം എങ്ങനെ കൊടുക്കും, scanf %s ആണ് കേട്ടോ. സ്ട്രിംഗ് റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കൺവേർഷൻ ക്യാരക്ടർ എന്ന് പറയുന്നത് %s ആണ്. ഇതിനകത്ത് എന്ത് കൊടുക്കാം, അറേ നെയിം കൊടുക്കാം. കണ്ടോ? ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാല്യൂ എന്ത് ചെയ്യുക, ഒരു യൂസർ ഇൻട്രാക്ഷൻ വഴി റീഡ് ചെയ്യും. അപ്പോൾ ഇതിന് മേളിൽ ഞാൻ എൻ്റെ അറേ സ്ട്രിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രോംപ്റ്റിംഗ് മെസ്സേജ് കൊടുത്തിട്ട് ഈ ഫംഗ്ഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, കഴ്സർ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ അവിടെ ഒരു പേര് എന്താണ് സ്ട്രിംഗ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ സ്ട്രിംഗ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സ്ട്രിംഗ് വാല്യൂ എവിടെ വരും, ഈ A എന്ന് പറയുന്ന അറേക്കകത്തോട്ട് വരും. മനസ്സിലായി? അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം, ഇവിടെ സൈസ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഈ 10 എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഈ 10 വരെയുള്ള ക്യാരക്ടേഴ്സേ അവിടെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതിന് കൂടുതലുള്ള ക്യാരക്ടേഴ്സ് അതിലെടുക്കില്ല. മനസ്സിലായി? അവിടെ ലിമിറ്റ് ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതേസമയം ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞ അത് പക്ഷേ ഇങ്ങനെ ഇനിഷ്യലൈസേഷനിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, ഈ സൈസ് അങ്ങ് കൂട്ടി കൊടുക്കുക. ഇപ്പോൾ 20 എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 20 ക്യാരക്ടേഴ്സ് വരെയുള്ള ഒരു സ്ട്രിങ് നമുക്ക് ഫുള്ളായിട്ട് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇതിനകത്ത് ഇവിടെ ഞാൻ ആംപർസൻഡ് സിമ്പൽ ഇട്ടിട്ടില്ല അല്ലേ. എന്തുകൊണ്ട് ആംപർസൻഡ് സിമ്പൽ ഇടാത്തത്, നമ്മൾ എന്തിനാണ് ഈ ആംപർസൻഡ് സിമ്പൽ പറഞ്ഞത്? ആംപർസൻഡ് സിമ്പൽ എന്ന് പറയുമ്പോൾ അഡ്രസ് ഓപ്പറേറ്റർ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ അഡ്രസ് ഓപ്പറേറ്റർ എന്തിനാ യൂസ് ചെയ്തത്, അഡ്രസ്സ് പോയിന്റ് ചെയ്ത് റീഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ നമ്മൾ ആംപർസൻഡ് സിമ്പൽ കൊടുത്തില്ല അല്ലേ. എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ലൊക്കേഷൻ്റെയും അഡ്രസ്സ് പോയിന്റ് ചെയ്തിട്ടാണ് വാല്യൂ റീഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ലേ. അപ്പം അങ്ങനെ പോയിന്റ് ചെയ്ത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ അഡ്രസ് ഓപ്പറേറ്റർ എടുക്കുന്നത്. അതേസമയം ഇവിടെ നമ്മൾ എന്താ പറഞ്ഞാൽ അറേ നെയിമിൽ സ്റ്റോർ ചെയ്യുന്നത് അറേയുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ അറേയുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് പറഞ്ഞിട്ട് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഇപ്പോൾ ശ്രീലത എന്നാണ് ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തതെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാർട്ടിങ് അഡ്രസ്സ് എടുത്തിട്ട് പിന്നെ ഓരോ ലെറ്റേഴ്സും ഓരോന്നിനും കണ്ടിന്യൂസ് ആയിട്ട് റൈറ്റ് ചെയ്ത് പോകും. മനസ്സിലായോ? അതേസമയം ഇൻഡിജറിൽ എന്തുകൊണ്ടാണ് നമ്മളത് കൊടുത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക, അവിടെ ഓരോന്നിനും നമ്മൾ പൊസിഷൻ പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ടാണ് റീഡ് ചെയ്തത്, സിംഗിൾ വാല്യൂ ആയിട്ടല്ല റീഡ് ചെയ്തത്. ഇതിവിടെ സിംഗിൾ ഒരു സ്ട്രിങ് ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രിങ് ആയിട്ട് നമ്മൾ scanf %s പറഞ്ഞിട്ട് റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ കൊടുക്കണം, പിന്നെ ആംപർസൻഡ് സിമ്പൽ ഇവിടെ പറയണ്ട. മനസ്സിലായോ? അതാണ് ഇവിടെ വരുന്ന ഡിഫറൻസ്. ഇൻഡിജർ ആണെങ്കിൽ നമുക്ക് അവിടെ ആംപർസൻഡ് സിമ്പൽ പറയണം. ഓരോ പർട്ടിക്കുലർ പൊസിഷനും നമ്മൾ സെപ്പറേറ്റ് റീഡ് ചെയ്യുവാണ്. അതുകൊണ്ടാണ് അവിടെ പോയിന്റ് ചെയ്ത് പറയാൻ പറയുന്നത്. A0 A1 എന്ന് പറയുമ്പോൾ അതിനകത്ത് അഡ്രസ്സ് എടുക്കില്ല അല്ലേ. A എന്ന് പറയുമ്പോൾ മാത്രമേ അഡ്രസ്സ് വരുള്ളൂ. അപ്പോൾ A0 എന്ന് പറഞ്ഞ് റീഡ് ചെയ്യുമ്പോൾ നമ്മളിവിടെ അഡ്രസ് ഓപ്പറേറ്റർ കൊടുത്തിട്ട് റീഡ് ചെയ്തെടുക്കണം. ഓക്കെ. ഇവിടെയാണെങ്കിൽ അതെന്താണ്, നമ്മുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് പറഞ്ഞ് പോയിന്റ് ചെയ്തിട്ട് റീഡ് ചെയ്ത് പോവുകയാണ്. അതുകൊണ്ട് നമുക്കിവിടെ ആംപർസൻഡ് സിമ്പൽ വേണ്ട. സ്ട്രിങ്ങിൻ്റെ കേസിൽ നമുക്കത് വേണ്ട. ഇത് തന്നെ ഞാൻ ക്യാരക്ടറായിട്ട് റീഡ് ചെയ്താൽ മറ്റിതുപോലെ തന്നെ പറയണം. മനസ്സിലായി? ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടറായിട്ട് നമ്മൾ റീഡ് ചെയ്ത് പോവുകയാണെങ്കിൽ എങ്ങനെ കൊടുക്കണം, %c കൊടുത്തിട്ട് അഡ്രസ് ഓഫ്, അതായത് ആംപർസൻഡ് ഓപ്പറേറ്റർ കൊടുത്തിട്ട് A(i) പറയണം. അപ്പോൾ ഫോർ ലൂപ്പിനകത്ത് വരും. മനസ്സിലായോ? അപ്പോൾ 0 പൊസിഷൻ 0 to ഏതുവരെ പറയണം, 9 വരെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ ലൂപ്പിനകത്ത് ഇട്ടിട്ട് റീഡ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അഡ്രസ് ഓപ്പറേറ്റർ കൊടുക്കണം അവിടെ. ഓക്കെ അല്ല വരുന്നത്. ഇവിടെ വരുന്ന ചെറിയ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ സപ്പോസ് ഞാൻ എൻ്റർ ചെയ്ത വാല്യൂ ഇപ്പോൾ ശ്രീലത എന്നാണ് ഞാൻ കൊടുത്തതെങ്കിൽ, ശ്രീലത എന്നിങ്ങനെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും, ഇങ്ങനെ വരും അല്ലേ. THA അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് വരുന്ന വാല്യൂ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ ലാസ്റ്റ് പൊസിഷനിലെ വാല്യൂ എന്ന് പറയുന്നത് /0 ക്യാരക്ടർ ആയിരിക്കും. അതായത് ഓരോ സ്ട്രിങ്ങിൻ്റെയും എൻഡ് എന്ന് പറയുന്നത് ഒരു /0 ക്യാരക്ടറാണ്. നൾ ക്യാരക്ടർ എന്ന് പറയുന്നത് ആണ്. ക്യാരക്ടറാണ് അവിടെ വരുന്നത്. /0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നൾ. മനസ്സിലായോ? അപ്പോൾ സ്ട്രിങ്ങിൻ്റെ എൻഡ് നമ്മൾ എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ഏത് പൊസിഷൻ വെച്ചിട്ടാണ്, ഏത് വാല്യൂ വെച്ചിട്ടാണ്, /0 എന്ന് പറയുന്ന വാല്യൂ വെച്ചിട്ടാണ്
സ്ട്രിങ്ങിൻ്റെ എൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ ഒരു സ്ട്രിങ് ആയിട്ട് %s കൊടുത്ത് ഞാൻ ഇങ്ങനെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീഡ് ചെയ്യുമ്പം ശ്രീലത എന്ന് കഴിഞ്ഞിട്ട് ഏറ്റവും എൻഡിൽ എന്ത് വരും? /0 വരും. അതാണ് സ്ട്രിങ്ങിൻ്റെ എൻഡ്. നമ്മൾ റീഡ് ചെയ്യുന്ന സ്ട്രിങ്ങിൻ്റെ എൻഡ് എന്ന് പറയുന്നത് അതാണ്. മനസ്സിലായോ? അപ്പോൾ എനിക്കിനി ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടറായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് പോകണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ക്യാരക്ടർ എന്ത് ചെക്ക് ചെയ്യാം? നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പം a of i നോട്ട് ഈക്വൽ ടു /0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ /0 ആകുന്നിടം വരെ റീഡ് ചെയ്യുക. അതാണ് ഫോർ ലൂപ്പിനകത്ത് വരുന്ന കണ്ടീഷൻ. മനസ്സിലായോ? i is equal to 0 കൊടുക്കുക. i നോട്ട് ഈക്വൽ ടു a of i നോട്ട് ഈക്വൽ ടു /0. മനസ്സിലായോ? a of i നോട്ട് ഈക്വൽ ടു /0 ഏതുവരെ മൂവ് ചെയ്യണം? ലാസ്റ്റ് വരെ മൂവ് ചെയ്യണം. i++ കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ പിന്നെ ഇതിനകത്ത് <5 <10 അങ്ങനെയല്ല കൊടുക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ് ക്യാരക്ടർ ബൈ ക്യാരക്ടറായിട്ട് റീഡ് ചെയ്യുവാണെങ്കിൽ. മനസ്സിലായോ? അതല്ലാതെ നമുക്ക് വേറെ ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഇതിൻ്റെ ലെങ്ത് എടുക്കാനൊക്കെ ഉള്ള ഫങ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് പറയാം. മനസ്സിലായല്ലോ? ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് കുറച്ച് ഫങ്ഷൻസ്, അതായത് സ്ട്രിങ് ഫങ്ഷൻസ് വരുന്നുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഫങ്ഷൻസാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞേക്കുന്നത് എന്താണ്? strlen. strlen എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ലെങ്ത് അല്ലേ? len മീൻസ് ലെങ്ത് ആണ്. സ്ട്രിങ് ലെങ്ത് അതാണ് ഇത് മീൻ ചെയ്യുന്നത്. strlen ഓഫ് ബ്രാക്കറ്റിൽ s1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് റിട്ടേൺ ചെയ്യുന്ന എന്തായിരിക്കും? ലെങ്ത് ആയിരിക്കും. അതായത് ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ഇൻറ്റിജർ വേരിയബിളിലോട്ട് ആയിരിക്കണം ആ വാല്യൂ എടുക്കേണ്ടത്. ഇൻറ്റ് l is equal to strlen ഓഫ് s1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ l എന്ന് പറയുന്ന വേരിയബിളിലോട്ട് എടുക്കാൻ പറ്റും. മനസ്സിലായോ? പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ കോപ്പിയാണ്, സ്ട്രിങ് കോപ്പി. ഇപ്പോൾ ഒരു സ്ട്രിങ്ങിനകത്തുള്ള വാല്യൂവിനെ എനിക്ക് അനദർ സ്ട്രിങ്ങിലോട്ട് കോപ്പി ചെയ്യണം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുക്കും? സ്ട്രിങ് കോപ്പി പറയും അല്ലേ? s1, s2 strcpy s1, s2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരുന്നത്? ഈ s2വിനകത്തുള്ള വാല്യൂ എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? s1ലോട്ട് സ്റ്റോർ ചെയ്യും. മനസ്സിലായോ? അടുത്ത പറഞ്ഞ എന്താണ്? strcat മീൻസ് എന്താണ്? കോൺകാറ്റിനേഷൻ ആണ്. മനസ്സിലായോ? കോൺകാറ്റിനേഷൻ മീൻസ് എന്താണ്? കമ്പൈൻ ചെയ്യുക, രണ്ട് സ്ട്രിങ്ങിനെയും കമ്പൈൻ ചെയ്യുക. അപ്പോൾ s1നകത്തുള്ള വാല്യൂ ശ്രീ എന്നാണ്, s2വിനകത്തുള്ള വാല്യൂ ലത എന്നാണെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഫസ്റ്റ് സ്ട്രിങ്ങിലോട്ട്, അതായത് s1ലോട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ എൻഡിലോട്ട് ഇതും കൂടെ ആഡ് ചെയ്യും. അടുത്ത strcmp എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പറയുന്നത്? കമ്പയർ അല്ലേ? കമ്പയർ ആണ്. കമ്പയർ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ഇത് രണ്ട് സ്ട്രിങ്ങും സെയിം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ട് സ്ട്രിങ്ങും സെയിം ആണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? 0 വാല്യൂ വരും, അല്ലെങ്കിൽ ഒരു നോൺ 0 വാല്യൂ വരും. ഓക്കെ. സെയിം ആണെങ്കിൽ 0 വാല്യൂ, അല്ലെങ്കിൽ നോൺ 0 വാല്യൂ. അപ്പം എങ്ങനെ വരും? ഇഫ് strcmp ഓഫ് s1, s2 ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ അല്ലേ? s1, s2 നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ സെയിം ആണ് അല്ലേ? അപ്പോൾ സെയിം ആണെങ്കിൽ എന്നാണ് നമുക്ക് വേണ്ട കണ്ടീഷൻ എങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കും? strcmp ഓഫ് s1, s2 ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യാം. മനസ്സിലായോ? ആണെങ്കിൽ എന്താണ് ഫംഗ്ഷൻ ചെയ്യേണ്ടത്? എൽസ് എന്താണ് ഫംഗ്ഷൻ ചെയ്യേണ്ടത്? മനസ്സിലായോ? അങ്ങനെ കൊടുക്കാം. അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്? UPR ആണ് കൊടുക്കുന്നത്. UPR മീൻസ് എന്താണ്? കൺവേർട്ട് ഇൻറ്റു അപ്പർ കേസ്. അടുത്ത LWR പറഞ്ഞാൽ കൺവേർട്ട് ഇൻറ്റു ലോവർ കേസ്. അതുപോലെ ടു അപ്പർ ഓഫ് CH ആണ് കൊടുത്തേക്കുന്നത്. CH മീൻസ് ഇവിടെ മീൻ ചെയ്യുന്നത് എന്താണ്? ക്യാരക്ടറാണ്. മനസ്സിലായി? അങ്ങനെ തന്നെ വേണമെന്നില്ല. ഞാനിപ്പോൾ പക്ഷേ ക്യാരക്ടർ വാല്യൂ അവിടെ കൊടുക്കുന്നതുകൊണ്ടാണ് ഇത് കൊടുത്ത് CH കൊടുത്തത്. ടു അപ്പർ ഓഫ് CH കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ക്യാരക്ടർ, അതൊരു ക്യാരക്ടർ വേരിയബിൾ ആയിരിക്കും. ആ ക്യാരക്ടറിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? അപ്പർ കേസായിട്ട് കൺവേർട്ട് ചെയ്യും. അതുപോലെ ടു ലോവർ ഉണ്ട് അല്ലേ? ടു ലോവർ ഓഫ് CH പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ ലോവർ കേസിൽ കൺവേർട്ട് ചെയ്യും. ഇവിടെ പറഞ്ഞാൽ എന്താണ്? സ്ട്രിങ് ആണ്. സ്ട്രിങ്ങിനെ അപ്പർ കേസ് ലോവർ കേസ് കൺവേർട്ട് ചെയ്യാൻ ഇത് ക്യാരക്ടറിനെ അപ്പർ കേസ് ലോവർ കേസ് കൺവേർട്ട് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്ന ഫങ്ഷൻസ്. അപ്പോൾ ഇത് നമ്മൾ പലയിടത്തും നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. നമ്മൾ പ്രോഗ്രാം ഒരു സ്ട്രിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എങ്ങനെയാണ് അത് ഔട്ട്പുട്ട് കിട്ടേണ്ടത് ആ രീതിക്കോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ അപ്ലൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ? നമ്മൾ കുറേ ഫംഗ്ഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ആ പഠിച്ച ഫംഗ്ഷൻ നമുക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? പിന്നെ ഇതിനകത്ത് പറയേണ്ട മെയിനായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഏതാ വരേണ്ടത്? മേളിൽ ഒരു സ്ട്രിങ് .h എന്ന് പറയുന്ന ഹെഡർ ഫയൽ ആ ഇൻക്ലൂഡിനകത്ത് പറയണം. മനസ്സിലായോ? സ്ട്രിങ് .h എന്ന് പറയുന്ന ഹെഡർ ഫയൽ അവിടെ ഇതിനകത്ത് പറയണം. ഓക്കെ.
സ്ട്രിങ് ആണ്. സ്ട്രിങ് ഡോട്ട് എച്ച് എന്ന് പറയുന്ന ഹെഡർ ഫയൽ അവിടെ പറയണം. ഹാഷ് ഇൻക്ലൂഡിൽ ഏറ്റവും മേളിലായിട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഇതപ്പോൾ ഇത്രയും ഫംഗ്ഷൻ വരുന്നത് എവിടെയാണ്? സ്ട്രിങ് ഡോട്ട് എച്ച് എന്ന് പറയുന്ന ഹെഡർ ഫയലിലാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇതിന് നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഒരു സ്ട്രിങ് റീഡ് ചെയ്തിട്ട് അതിനെ റിവേഴ്സ് ചെയ്യാം. അപ്പോൾ റിവേഴ്സ് ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെ കൊടുക്കാം? നമുക്ക് ഒരു ക്യാരക്ടർ വേരിയബിൾ ആദ്യം ഡിക്ലെയർ ചെയ്യണം എന്നല്ലേ? യെസ്, ഇപ്പോൾ 20 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. എന്നിട്ട് എന്താ ചെയ്യുക? ഒരു പ്രോംപ്റ്റിംഗ് മെസ്സേജ് ഇട്ടു, printf enter a string അല്ലേ? പ്രോംപ്റ്റിംഗ് മെസ്സേജ് ഇട്ടു. റീഡ് ചെയ്യാം. scanf %s കൊടുത്തിട്ട് റീഡ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ഏതാ റീഡ് ചെയ്യേണ്ട വാല്യൂ? എസ്. ഓക്കെ, എസിനകത്ത് റീഡ് ചെയ്തു. ഇത് %s ആണ്, കൺവേർഷൻ ക്യാരക്ടറാണ്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വേരിയബിൾ എസ് ആണ്. റീഡ് ചെയ്തു. റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തോ പറഞ്ഞത്? റിവേഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ റിവേഴ്സ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം ഇവിടെ? ഞാനിപ്പോൾ ശ്രീ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ് ഞാൻ കൊടുത്തതെങ്കിൽ എങ്ങനെ റിവേഴ്സ് ചെയ്യണം? ലാസ്റ്റ് ക്യാരക്ടർ ആദ്യം വരണം അല്ലേ? EERS എന്ന് വരണം അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യാം? ഇതിൻ്റെ ലെങ്ത് എടുക്കാം അല്ലേ? ലെങ്ത് എടുത്തിട്ട് ലാസ്റ്റ് ഇൻഡെക്സ് എടുക്കാൻ പറ്റും അല്ലേ? ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇൻഡെക്സ് നമുക്ക് എടുക്കാൻ പറ്റും. L-1 കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മൾ എങ്ങനെ പറഞ്ഞ്, ഇപ്പം എനിക്ക് ഇതിനകത്ത് എത്രയും വരിക? 4 വരുന്നത് അല്ലേ? 4 ലെറ്റേഴ്സ് ആണ് വരുന്നത്. അതാണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. പക്ഷേ ഇൻഡെക്സ് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ്? 0, 1, 2, 3 അല്ലേ? അപ്പോൾ ലാസ്റ്റ് ക്യാരക്ടറിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അപ്പോൾ ലെങ്ത് -1 കൊടുക്കുമ്പോൾ ലാസ്റ്റ് ഇൻഡെക്സ് കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും? റിവേഴ്സ് ജസ്റ്റ് പ്രിന്റ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ, അതല്ല വേറൊരു ക്യാരക്ടർ അറയിലോട്ട് വേണമെങ്കിൽ നമുക്ക് അസൈൻ ചെയ്യാം അല്ലേ? ഇവിടെ S1 എന്നും അടുത്തത് S2 എന്നും കൊടുക്കാം. ഇവിടെ റീഡ് ചെയ്യുമ്പോൾ S1 റീഡ് ചെയ്തു അല്ലേ? ഇനി എന്താ ചെയ്തത്? L = ഒരു ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം അല്ലേ? എങ്ങനെ പറഞ്ഞു? ഇൻറ്റ് L = എങ്ങനെ കൊടുക്കാം? L = strlen of S1 പറയും അല്ലേ? അപ്പോൾ ഇത് മേളിൽ എന്ത് പറയണം? ഹാഷ് ഇൻക്ലൂഡ് എന്ത് കൊടുത്തിരിക്കണം? ഇവിടെ സ്ട്രിങ് ഡോട്ട് എച്ച് കൊടുത്തിരിക്കണം. ഓക്കെ, മെയിൻ്റെ മേളിൽ നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് പറയുന്ന ഇൻക്ലൂഡ് ഫയൽസ്, അതായത് ഇതിനകത്തുള്ള ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യുന്ന പൊസിഷനിൽ എന്ത് പറയാം? ഹാഷ് ഇൻക്ലൂഡ് സ്ട്രിങ് ഡോട്ട് എച്ച് എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ട്രിങ് റീഡ് ചെയ്തു, ലെങ്ത് എടുത്തു. ഇനി എന്താ ചെയ്യുന്നത്? for I is equal to L-1, അതായത് ലെങ്ത് -1, അതായത് ലാസ്റ്റ് ഇൻഡെക്സ് കിട്ടി. J is equal to 0, കാരണം അനദർ ഒരു സ്ട്രിങ്ങിലോട്ട് എഴുതുന്നത് അല്ലേ? അപ്പോൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് പൊസിഷനിൽ വേണം, ലാസ്റ്റ് ക്യാരക്ടർ ഫസ്റ്റ് പൊസിഷനിൽ വരണം അല്ലേ? അപ്പോൾ L-1ന് Iയിൽ അസൈൻ ചെയ്തു, Jയെ 0 ആയിട്ട് അസൈൻ ചെയ്തു. അപ്പോൾ I ഇതിൽ നിന്ന് പിക്ക് ചെയ്യുന്നു, J എന്ന് പറയുന്നത് ഇതിലോട്ട് അസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. I > 0, I ഒന്ന് മൈനസ് ചെയ്യാം, J പ്ലസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരിക? ഇവിടെ വരുന്നത് എന്തായിരിക്കും? S2 of J എന്ന് പറയുമ്പോൾ ബിഗിനിങ്ങിൽ 0 അല്ലേ? അപ്പോൾ ഫസ്റ്റ് പൊസിഷനിലോട്ട് S1 of I എന്ന് പറയുമ്പോൾ ഏതാണ്? ലാസ്റ്റ് വാല്യൂ. S1ൻ്റെ ലാസ്റ്റ് വാല്യൂ എടുത്ത് S2ൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ അസൈൻ ചെയ്തു. ഇപ്പോൾ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യാം? ഇവിടെ ഐയുടെ വാല്യൂ മൈനസ് ചെയ്യും, ജെയുടെ വാല്യൂ പ്ലസ് ചെയ്യും അല്ലേ? അപ്പോൾ ഐയുടെ വാല്യൂ മൈനസ് ചെയ്തിട്ട് 2 ആവും, ജെ ഇൻക്രീസ് ചെയ്തിട്ട് ഇവിടെ 1 ആവും. മനസ്സിലായോ? അപ്പോൾ ഈ സെക്കൻഡ് ഇൻഡെക്സിലുള്ള വാല്യൂ ഇവിടെ ഫസ്റ്റ് ഇൻഡെക്സിൽ വരും. ഓക്കെ, അടുത്തെന്താണ്? വീണ്ടും ഇത് മൈനസ് ചെയ്ത് 1 ആവുന്നു, ഇത് ഇൻക്രീസ് ചെയ്തിട്ട് 2 ആവുന്നു. അപ്പോൾ ഈ 1 എന്ന് പറയുന്ന ഇൻഡെക്സിലെ വാല്യൂ ഇവിടെ 2 എന്ന് പറയുന്ന ഇൻഡെക്സിലോട്ട് അസൈൻ ചെയ്യും അല്ലേ? അപ്പോൾ ഇങ്ങനെ ഓരോന്നും അസൈൻ ചെയ്ത് വരും. നോർമലി നമ്മൾ പറഞ്ഞു സ്ട്രിങ് റീഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം ആഡ് ചെയ്യുന്ന ഒരു നൾ ക്യാരക്ടറാണ് /0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടറായിട്ട് പൊസിഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഇവിടെ നൾ ക്യാരക്ടർ വരില്ല അല്ലേ? അപ്പോൾ നൾ ക്യാരക്ടർ വന്നാലേ അതൊരു സ്ട്രിങ് കംപ്ലീഷൻ ആവുള്ളൂ. ഓക്കെ, സ്ട്രിങ്ങിൻ്റെ എൻഡ് എന്ന് പറയുന്നത് നൾ ക്യാരക്ടറാണ്, അതായത് /0 ക്യാരക്ടറാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ ലൂപ്പിൽ നിന്ന് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഒടുവിലായിട്ട് ഏറ്റവും ലാസ്റ്റിലായിട്ട് എന്ത് ചെയ്യണം? ലൂപ്പിൽ നിന്ന് ഔട്ട് ചെയ്ത് പുറത്തു വരുമ്പോൾ ഒരു /0 ക്യാരക്ടർ അവിടെ അസൈൻ ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? എന്നിട്ട് ഇവിടെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് പ്രിന്റ് ചെയ്യും? S2 പ്രിന്റ് ചെയ്യാൻ പറയുമ്പോൾ എന്ത് പ്രിന്റ് ചെയ്യും? EERS എന്നുള്ളത് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അതാണ് ഒരു സ്ട്രിങ്ങിൻ്റെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോജിക്ക് എന്ന് പറയുന്നത്. ലെങ്ത് എടുക്കുക, പൊസിഷൻ പിക്ക് ചെയ്യുക, അതായത് ലെങ്ത് എടുത്തിട്ട് ലാസ്റ്റ് പൊസിഷൻ പിക്ക് ചെയ്ത് ഫസ്റ്റിലോട്ട് അസൈൻ ചെയ്യുക.
ഏറ്റവും ഒടുവിൽ ലൂപ്പിൽ നിന്ന് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇത് മസ്റ്റാണ്. കാരണം സ്ട്രിങ്ങിൻ്റെ റീഡ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ പ്രിന്റ് ചെയ്യാനോ ഒക്കെ പറയുമ്പോൾ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് പൊസിഷൻ മുതൽ, അതായത് S2 എന്ന് പറയുമ്പോൾ എവിടെയാണ് അതിൻ്റെ ഫസ്റ്റ് പൊസിഷൻ വന്നു, അറേയുടെ സ്റ്റാർട്ടിങ് കിട്ടി. അറേയുടെ സ്റ്റാർട്ടിങ് മുതൽ /0 ക്യാരക്ടർ കാണുന്നിടം വരെയുള്ള പൊസിഷൻ, അതാണ് സ്ട്രിങ്ങിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ /0 ചെക്ക് ചെയ്യും. /0 ചെക്ക് ചെയ്ത് ഇവിടെ /0 കാണുന്ന സമയത്ത് എന്തായിരിക്കും, ഇതുവരെയുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും അവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താണ് ഒരു പിന്നെ പാലിൻഡ്രം ചെക്കിങ് ഒന്ന് നോക്കിയോ. പാലിൻഡ്രം ചെക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, സെയിം വാല്യൂ ആയിരിക്കണം അല്ലേ. റിവേഴ്സ് ചെയ്യുമ്പോഴും സെയിം വാല്യൂ കിട്ടണം. നമുക്ക് നമ്പേഴ്സിലും ചെയ്യാം. നമ്മൾ നമ്പർ റിവേഴ്സിൻ്റെ ലോജിക്ക് ചെയ്തു അല്ലേ. നമ്പർ റിവേഴ്സിൻ്റെ ലോജിക്ക് ചെയ്ത സമയത്ത് അവിടെ നമുക്ക് റിവേഴ്സ് കിട്ടി. ആ വാല്യൂ ആണോ നമുക്ക് ആദ്യം ഫസ്റ്റിൽ റീഡ് ചെയ്ത വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്പറിൻ്റെ പാലിൻഡ്രമായി അല്ലേ. അതുപോലെ തന്നെ ഇവിടെയും എന്താണ്, റീഡ് ചെയ്ത വാല്യൂ ഉണ്ട്, റിവേഴ്സ് ചെയ്ത വാല്യൂ ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ എന്താണ്, സ്ട്രിങ് പാലിൻഡ്രമാണ്, അല്ലെങ്കിൽ നോട്ട് പാലിൻഡ്രം അല്ലേ. അങ്ങനെ മെസ്സേജ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിവിടെ എങ്ങനെ കൊടുക്കും കണ്ടീഷൻ, ഇഫ് ഇത് കഴിഞ്ഞു അല്ലേ, പ്രിന്റ് എഫ്, ഓക്കെ ഇത് പ്രിന്റ് ചെയ്യുക അല്ലെങ്കിൽ വേണ്ട, എന്തായാലും കുഴപ്പമില്ല. ഇഫ് ഇങ്ങനെ കൊടുക്കാം, strcmp ഓഫ് S1, S2 അല്ലേ ഈക്വൽ ടു 0 വന്നാൽ എന്താണ്, പ്രിന്റ് എഫ് പാലിൻഡ്രം. അല്ലേ. എൽസ് എന്താ കൊടുക്കണ്ടേ, പ്രിന്റ് എഫ് നോട്ട് പാലിൻഡ്രം. മനസ്സിലായോ? അപ്പോൾ ഈ സെയിം ലോജിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് S1-നകത്ത് റീഡ് ചെയ്ത വാല്യൂ ഉണ്ട്, S2-നകത്ത് റിവേഴ്സ് ചെയ്ത വാല്യൂ ഉണ്ട്. രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. strcmp ഓഫ് S1, S2 ഈക്വൽ ടു 0 അല്ലേ, കമ്പാരിസൺ ആണ്. അപ്പോൾ ഡബിൾ ഈക്വൽ ടു കൊടുക്കണം. ഈക്വൽ ടു 0 വന്നാൽ എന്ത് ചെയ്യുക, പ്രിന്റ് എഫ് പാലിൻഡ്രം അല്ലെങ്കിൽ നോട്ട് പാലിൻഡ്രം എന്ന് കൊടുക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് പോയിന്റേഴ്സും കൂടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ എക്സാമ്പിൾസ് ചെയ്യാം. കാരണം നമ്മൾ പോയിന്റർ ടു സ്ട്രിങ് ഒക്കെ നമുക്ക് പറയണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കൂടുതൽ എക്സാമ്പിൾസ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ലോജിക് ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുവരെ ചെയ്തതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. നെക്സ്റ്റ് ടൈം കാണാം.